രാവിലെ 6 മണിയാവാറായി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണു. 7 മണിക്ക് ഇറങ്ങി ഞങ്ങൾ. എല്ലാവരുടെയും ഡ്രസ്സുകൾ പുറത്ത് കാണാനുണ്ട്. ഹലോ, നമസ്കാരം. നുബ്രയിലാണേ. രാവിലെ ഇത്ര നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ ഇറങ്ങുന്നത് സിയാച്ചിൻ ബേസ് ക്യാമ്പ് കാണാനാണ്. എല്ലാ ഇന്ത്യക്കാരും കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലം തന്നെയാണ് സിയാച്ചിൻ ബേസ് ക്യാമ്പ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള വാർഫീൽഡാണ് സിയാച്ചിൻ. അതിൻ്റെ ബേസ് ക്യാമ്പാണ് ഇവിടെ. നുബ്രയിൽ ഞങ്ങൾ പല ഹോട്ടലുകളിലായിട്ടാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നുബ്രയിലുള്ള ഒരു അഡ്വഞ്ചർ പാർക്കാണ്. ഇവിടെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള റീഗ്രൂപ്പിംഗ് ഉണ്ടായിരുന്നത്. ഇവിടെ വെച്ചിട്ടാണ് ഇന്നത്തെ യാത്രയുടെ ബ്രീഫിങ്ങും റൈഡ് സ്റ്റാർട്ടിങ്ങും ഒക്കെ ഉണ്ടായിരുന്നത്. വലിയൊരു സിപ്പ് ലൈനും ഒരുപാട് ആക്ടിവിറ്റീസും ഒക്കെയുള്ള അഡ്വഞ്ചർ പാർക്കായിരുന്നു കേട്ടോ ഇത്. വൈകുന്നേരം ഞങ്ങളുടെ ടീംമേറ്റ്സ് കുറച്ച് പേരൊക്കെ ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ ആക്ടിവിറ്റികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 10:30 ഉള്ളിൽ ഡെസ്റ്റിനേഷനിൽ എത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ എയിം. 75 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ ചില സ്ഥലങ്ങളിലൊന്നും റോഡ് വളരെ ഗുണമുള്ള റോഡൊന്നും അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 7 മണിയായപ്പോഴേക്കും റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വില്ലേജുകൾ കടന്ന്, ഒരുപാട് മനുഷ്യവാസമുള്ള സ്ഥലങ്ങൾ കടന്ന്, സ്കൂളിൽ പോകുന്ന കുട്ടികളെയും അതുപോലെ ഓഫീസിൽ പോകുന്ന ആൾക്കാരെയും ബസ്സുകളും കാറുകളും ഒക്കെ കണ്ടുകൊണ്ടായിരുന്നു ഇന്നത്തെ യാത്ര. പൊതുവേ അവിടെ എത്തുന്നവർ നല്ല റോഡുകൾ തന്നെയായിരുന്നു. പക്ഷേ ഇടയ്ക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് ലാൻഡ് സ്ലൈഡുകളുടെ ബാക്കിയും ഒക്കെ ആയിട്ട് ചീത്ത റോഡുകളും കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നുബ്ര വരെ എത്തിയ റോഡ് ആലോചിക്കുമ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് നാഷണൽ ഹൈവേ തന്നെയായിരുന്നു. പുഴയുടെ സൈഡിൽ കൂടെ അല്ലാതെ ഒരു റോഡും ഇല്ല എന്ന് നമുക്ക് തോന്നിപ്പോവും. അങ്ങനെ ഏതൊരു റോഡിൻ്റെ സൈഡിലും നമുക്കൊരു പുഴ കാണാൻ പറ്റും ഇവിടെ. ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും അവിടുത്തെ ഒരു ജീവിത രീതിയും അല്ലെങ്കിൽ അവരുടെ ഒരു ഡ്രസ്സിങ്ങും ഒക്കെയാണ് കേട്ടോ ഈ കാണുന്നത്.
ഇവരുടെ വീടുകളൊക്കെ കണ്ടോ, എന്തൊരു ഭംഗിയല്ലേ കാണാൻ. നല്ല കളർഫുള്ളായിട്ടുള്ള പെയിൻറ്റുകൾ അടിച്ച് നിറച്ച് പൂക്കളും ഒക്കെ ആയിട്ടുള്ള വീടുകളാണ് ഇവിടെ നിറച്ച് കാണാനുള്ളത്. ഇതിവിടെയൊക്കെ വേലിക്ക് പകരം വയ്ക്കുന്ന ഒരു മുൾച്ചെടിയാണ്. അങ്ങനെ നമ്മൾ മിലിറ്ററിയുടെ ഏരിയയിലേക്ക് കടന്നു. അതുവരെയും മിലിറ്ററിയുടെ കൺട്രോളിൽ തന്നെയാണ്, അല്ല എന്നല്ല, എന്നാലും ഇത് കുറച്ചുകൂടിയും സ്ട്രിക്റ്റായിട്ട് കൺട്രോളും ഒക്കെ ഉള്ള ഒരു ഏരിയയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ സിയാച്ചിൻ ബേസ് ക്യാമ്പിൻ്റെ എൻട്രിയുടെ ആർച്ചിൻ്റെ അവിടെ എത്തി. വെൽക്കം ടു സിയാച്ചിൻ ബേസ് ക്യാമ്പ്. ഒരു റീഗ്രൂപ്പിങ്ങിന് വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഇനി എല്ലാവരും കൂടി ഒന്നിച്ച് വേണം ഇവിടുന്ന് അങ്ങോട്ട് പ്രൊസീഡ് ചെയ്യാൻ. ഞങ്ങൾ പിന്നിൽ വരുന്നവരെ കാത്തിട്ടുള്ള നിൽപ്പാണ്. ഫസ്റ്റ് ലെവൽ സെക്യൂരിറ്റി ചെക്ക് ഇവിടെയാണ്. ഇവിടുന്ന് വണ്ടികളൊക്കെ ഞങ്ങൾ പാർക്ക് ചെയ്തിട്ട് എല്ലാവരും നമ്മളുടെ ID കാർഡൊക്കെ കൂടി ക്യൂ നിന്നിട്ട് ചെക്ക് ചെയ്യണം. ഞങ്ങൾ ചെന്ന ഉടനെ തന്നെ ഞങ്ങൾ കുറച്ച് മുന്നിലായിരുന്നു, അതുകൊണ്ട് ഞങ്ങളുടെ ചെക്കിങ് ആദ്യം കഴിഞ്ഞു. നമ്മളെല്ലാ ID കാർഡും കൊടുക്കണം, അവരത് വെരിഫൈ ചെയ്യും. അത് കഴിഞ്ഞ് അതിൻ്റെ കോപ്പിയൊക്കെ എടുത്തു വയ്ക്കും. ഞങ്ങൾ വീണ്ടും ഇവിടുന്ന് പ്രൊസീഡ് ചെയ്തു. പിന്നെയുള്ള റോഡ് കുറച്ച് ദുഷ്കരം തന്നെയായിരുന്നു, എന്നാലും ഓടിക്കാവുന്ന രൂപത്തിലുള്ളതൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി.
ഇവിടെ വലതുവശത്ത് കാണുന്നതാണ് സിയാച്ചിൻ ബേസ് ക്യാമ്പിൻ്റെ റിപ്ലിക്ക. ശരിക്ക് ഒരു സിവിലിയന് ഇത് കാണാൻ മാത്രമേ പറ്റുള്ളൂ. ഇവിടെ നിന്നിട്ട് 1 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജ് വരെ മാത്രമേ ഒരു സിവിലിയന് പ്രവേശനമുള്ളൂ. ഇത് ഒറിജിനൽ വാർ മെമ്മോറിയലിൻ്റെ ഒരു 10-1 വലുപ്പം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ശരിക്കുള്ള വാർ മെമ്മോറിയലിൻ്റെ ഫോട്ടോ എടുക്കാനോ അവിടുത്തെ ഒരു വീഡിയോ എടുക്കാനോ ഒന്നും എനിക്ക് പറ്റിയിട്ടില്ല. കാരണം അതൊന്നും അനുവദനീയമായിരുന്നില്ല. സാധാരണ എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഒരു ഫോട്ടോ എടുക്കുക. അതുപോലെ തന്നെ കുറച്ചുകൂടി മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ വേറൊരു സ്ഥലമുണ്ട്, അവിടെ പോയിട്ടൊരു ഫോട്ടോ എടുക്കുക. അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ നമുക്ക് ദൂരെ, ഒരുപാട് ദൂരെ ആയിട്ട് ഈ ബേസ് ക്യാമ്പ് കാണാൻ പറ്റും. അങ്ങനെയാണ് സാധാരണ എല്ലാവരും വന്നിട്ട് കണ്ടിട്ട് പോകാറുള്ളത്. പക്ഷേ റോയൽ എൻഫീൽഡിൻ്റെ കൂടെ പോയ കാരണം ഞങ്ങൾക്ക് ബേസ് ക്യാമ്പിൻ്റെ ഉള്ളിലേക്ക് വരെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, അവരാണ് ഞങ്ങൾക്ക് ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെ കൂടെ അവർ വിളമ്പി തന്ന ഭക്ഷണം കഴിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നുണ്ടായിരുന്നത്. നല്ല സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നിയൊരു ദിവസമായിരുന്നു അന്ന്. ഒരു സിവിലിയനെ സംബന്ധിച്ച് അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണ്. ഒരു അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിട്ട്. അല്ലാതെ സാധാരണ ആർക്കും പോകാൻ പറ്റാത്തൊരു സ്ഥലമാണത്. ഇതാണ് ഞാൻ പറഞ്ഞ അമ്പലം. ഇടതുവശത്ത് ഈ കാണുന്നതാണ് അമ്പലം. ആ റിപ്ലിക്ക കഴിഞ്ഞ് ഏകദേശം 1 കിലോമീറ്ററോളം പോന്നിട്ടാണിത്. ഇനി നേരെ മുന്നിൽ തന്നെ നിങ്ങൾക്ക് വേറൊരു പാലം കാണാം. അതുവരെ മാത്രമേ സാധാരണ ഒരു സിവിലിയന് പ്രവേശനമുള്ളൂ. ഇവിടെ നിന്നിട്ട് അവിടേക്ക് ദൂരെ കാണാൻ പറ്റും. അത്ര മാത്രമേ സാധാരണ എല്ലാവർക്കും പറ്റുള്ളൂ. പക്ഷേ ഞങ്ങൾ ഈ പാലം കടന്ന് ബേസ് ക്യാമ്പിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. റോയൽ എൻഫീൽഡിൻ്റെ കൂടെ പോയതുകൊണ്ട് മാത്രം സാധിച്ച ഒരു കാര്യമായിരുന്നു അത്. 10:00 കൂടിയിട്ടാണ് ഞങ്ങൾ ബേസ് ക്യാമ്പിലെത്തിയത്. ഞങ്ങളെ അവരവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു അവർ. ഞങ്ങൾക്ക് അവർ സിയാച്ചിനെ പറ്റിയിട്ടും സിയാച്ചിൻ ബേസ് ക്യാമ്പിനെ പറ്റിയിട്ടും അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും നന്നായിട്ട് തന്നെ വിവരിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മളുടെ രാജ്യവും നമ്മളെയും സംരക്ഷിക്കാനായിട്ട് അവരെടുക്കുന്ന എഫേർട്ടിനെ പറ്റി കേട്ട് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ നമ്മൾക്ക് ആ പട്ടാളക്കാരോട് സ്നേഹത്തിൽ കവിഞ്ഞ ഒരു ആരാധനയൊക്കെ തോന്നിപ്പോകും കേട്ടോ. അവിടുന്ന് അവർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിനനുസരിച്ചിട്ട് ഇത് സിയാച്ചിൻ ബേസ് ക്യാമ്പാണ്. ഇവിടുന്ന് 2 വശങ്ങളിലേക്കായിട്ടാണ് വാർഫീൽഡ് ഉള്ളത്. ഒരു വശത്തേക്ക് 17 കിലോമീറ്ററും വേറൊരു വശത്തേക്ക് 16 കിലോമീറ്ററുമാണ് ദൂരം. നമ്മുടെ സോൾജേഴ്സ്, നമ്മുടെ പട്ടാളക്കാർ അവിടേക്ക് നടന്നിട്ടാണ് പോവുക. 16-17 കിലോമീറ്റർ. അതിൽ തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ -42 വരെയാണ് അവിടെ തണുപ്പ് വരിക. അതൊന്നുമല്ല അതിൻ്റെ പ്രത്യേകത. അവർ ധരിക്കുന്ന വസ്ത്രങ്ങൾക്ക് 17 കിലോ ഭാരം മിനിമം ഉണ്ടാവത്രേ. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പുറത്ത് ഭാരം വെച്ച് നടന്ന് മലകളൊക്കെ കയറി ഇതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്ന സോൾജേഴ്സിനെ ഞങ്ങളവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരാൾ പോലും അവിടുന്ന് ഒരു ഫോട്ടോ പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ റോയൽ എൻഫീൽഡിൻ്റെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫേഴ്സ് അവിടുന്ന് ഫോട്ടോ എടുത്തിട്ട് ഇവരുടെ പെർമിഷനോട് കൂടിയിട്ട് അത് ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവർ അലോ ചെയ്തിട്ടുള്ള ഫോട്ടോകൾ മാത്രം. അതിലെ കുറച്ച് ഫോട്ടോസ് ഞാനിവിടെ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാം. ആ വാർ മെമ്മോറിയലിൽ പോകാനും അവിടെ ചെന്ന് പുഷ്പചക്രം അർപ്പിക്കാനും ഒക്കെയുള്ള അവസരം അവർക്ക് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രതിനിധിയായിട്ട് ഞങ്ങളുടെ ടീം ലീഡ് ആയിട്ടുള്ള പങ്കജാണ് പുഷ്പചക്രം അർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറേ സമയം അവരുടെ കൂടെ ചിലവഴിച്ച് അവർ വിളമ്പി തന്ന ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഒരു 2 മണിയോടുകൂടി തിരിച്ചു പോന്നു. നമ്മുടെ ധീര ജവാന്മാരെ പറ്റി ആലോചിച്ച് ഒരുപാട് സന്തോഷവും ഒരുപാട് അഭിമാനമൊക്കെ തോന്നിയിട്ടുള്ളൊരു ദിവസമായിരുന്നു. പക്ഷേ തിരിച്ചു പോരുന്ന വഴിക്ക് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന 2 കപ്പിൾ റൈഡേഴ്സിന് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. കാര്യമായിട്ടുള്ള പരിക്കൊന്നും പറ്റിയിട്ടില്ലെങ്കിലും വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അത് കാരണം അവർ 4 പേരും തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. വന്ന വഴി തന്നെയാണ് തിരിച്ചു പോണത് എന്നുണ്ടെങ്കിലും ഓരോ കാഴ്ചയും ഡിഫറെൻ്റ് തന്നെയായിരുന്നു കേട്ടോ. ഓരോ കാഴ്ചകളും വ്യത്യസ്തമായിരുന്ന പോലെ തന്നെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് തിരിച്ചു പോകുമ്പോൾ വീണ്ടും ഞാൻ ആ വീഡിയോകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നതും അതൊക്കെ ഇതിൽ ആഡ് ചെയ്യണതും. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കണ്ട കാഴ്ചകളേ അല്ല എന്നുള്ള പോലെയായിരുന്നു ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഹിമാലയത്തിൽ ഓരോ കാഴ്ചയും വ്യത്യസ്തമാണ്. ഓരോ സമയത്തുള്ള അതേ സ്ഥലത്തെ കാഴ്ചകൾ തന്നെ തീർത്തും വ്യത്യസ്തമാണ്.
അങ്ങനെ ഒരു 5 മണിയായപ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് നുബ്രയിൽ ഞങ്ങൾ താമസിച്ചിരുന്ന അതേ റിസോർട്ടിൽ തന്നെ തിരിച്ചെത്തി. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.